അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, വന്യരായ ഇസ്മായിൽ മദനി ഉസ്താദ് അവറുകളുടെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മൗലിദുന്നൂർ വിശദീകരണം ഹ്രസ്വമായ വിശദീകരണമാണ്. വളരെ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. ഈ മൗലിദുന്നൂർ വിശദീകരണം ഈ വിനീതൻ തന്നെ അവതരിപ്പിച്ചത് ഏകദേശം 10 മണിക്കൂറിലധികം ഉള്ള അവതരണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ്. വലിയ വായന ആഗ്രഹിക്കുന്നവർ അത്തരം വിശദീകരണങ്ങളിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പ്രബോധന മേഖലയെക്കുറിച്ചാണ്. വെല്ലൂരിൽ നിന്ന് സനദ് വാങ്ങി വരികയും പിന്നീട് പ്രബോധന ഗോതയിൽ വളരെ സജീവമായി ഇസ്മായിൽ മദനി ഉസ്താദ് അവറുകൾ രേഖപ്പെടുത്തുന്നു. വെല്ലൂരിൽ നിന്ന് വന്ന് മടവൂർ ജുമാഅത്ത് പള്ളിയിൽ മഹാനവറുകൾ ദർസ് ആരംഭിച്ചു. അതിനിടയിൽ സുമ്മ സാഫറ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു ലിൽ ഹജ്ജി, മഹാനവറുകൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പുറപ്പെട്ടു. വസാറ റൗളത ഷരീഫ, മഹാനവറുകൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പുറപ്പെടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിൽ എത്തുകയും ചെയ്തു. മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം ചൊല്ലി അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതിനിടയിൽ ഫഖറ മഗ്ഷിയൻ അലൈഹി, മഹാനവറുകൾ അവിടുത്തെ ഇഷ്ക് കാരണത്താൽ മിൻ ഷിദ്ദത്തി ഇഷ്ഖിഹി ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അധമ്യമായ സ്നേഹം കാരണത്താൽ മഹാനവറുകൾക്ക് ബോധക്ഷയം സംഭവിച്ചു. പ്രേമം അങ്ങനെയാണ്. ഒരാളോടുള്ള ഇഷ്ക് ചിലപ്പോൾ മനുഷ്യൻ്റെ സ്വബോധം തന്നെ നഷ്ടപ്പെടുത്തിക്കളയും. ബുദ്ധിക്ക് വിഘാതം സംഭവിക്കും. ഇങ്ങനെയൊക്കെ സാധാരണ പ്രണയങ്ങളിൽ കാണുന്നതാണ്. അതുകൊണ്ടാണല്ലോ കൈസ് എന്നു പേരുള്ള ജാഹിലിയത്തിലെ ഒരു വ്യക്തിയെ മജ്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രേമം കൊണ്ട് ഭ്രാന്തായ ആളാണ്. അപ്പോൾ സ്നേഹം കാരണത്താൽ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച അനുഭവങ്ങൾ ധാരാളമുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ. മഹാനായ ശൈഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് കാരണത്താൽ അവിടുന്ന് ബോധക്ഷയം സംഭവിച്ചു. ഇസ്മായിൽ മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, മിസ്ല ഇഷ്ഖി സയ്യിദിനൽ മശ്ഗൂഫി ബിഹുബ്ബിഹി അബീബക്കറിൽ ബഗ്ദാദി റഹിമഹുല്ലാ, മഹാനായ അബൂബക്കറുൽ ബഗ്ദാദി റഹ്മത്തുല്ലാഹി അലൈഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള ഇഷ്ക് പോലെ, അവിടുത്തെ സ്നേഹം പോലെ മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്കും ബോധക്ഷയം സംഭവിച്ചു. അഥവാ ഏത് വലിയിൻ്റെയും വിലായത്തിൻ്റെ നിദാനം, ഏത് വ്യക്തിയുടെയും ഉയർച്ചയുടെ ഹേതു അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയമാണ്. ആ സ്നേഹത്തിലൂടെ മാത്രമേ, ഹബീബായ തങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആർക്കും വിലായത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു വലിയും ഔന്നിത്യങ്ങളിൽ എത്തുകയില്ല. ഒരാളും ഉന്നതി പ്രാപിക്കുകയില്ല. എന്തിലേറെ പറയണം, ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ തന്നെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാവമാണ് എന്ന് ഹദീസുകളുടെയും മറ്റ് ചരിത്ര സാക്ഷ്യങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം തിരുപ്രഭാവത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒളിവ് മാത്രമാണ്.
എന്നിട്ട് മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവറുകൾ രേഖപ്പെടുത്തുന്നു, വതസവ്വജ ബിൻത ഖാലിഹി അബീ ബക്കറിൽ ഹാജി. മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ചും മൗലിദുന്നൂർ പരാമർശിക്കുന്നുണ്ട്. അവിടുത്തെ അമ്മാവൻ്റെ മകളെ അഥവാ ഉമ്മറത്ത് അബൂബക്കർ ഹാജി എന്നവരുടെ മകൾ സൈനബ് എന്നവരെ മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ മാതാവും സഹോദരൻ മുഹമ്മദ് മുസ്ലിയാരും ഒക്കെ നിർബന്ധിപ്പിച്ചപ്പോൾ, വൈവാഹിക ജീവിതം വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി സൈനബ് എന്നവരെ വിവാഹം ചെയ്തു. 1962 ആ വിവാഹം നടന്നിട്ടുള്ളത്. പക്ഷേ തൻ്റെ ഇബാദത്തും തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും വിലായത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയപ്പോൾ, അള്ളാഹുവുമായി ലയിക്കുകയും ചെയ്തപ്പോൾ, ഈ ദാമ്പത്യ ജീവിതം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്കുകൾ, ബാധ്യതകൾ പൂർണ്ണമായി വീട്ടി മുന്നോട്ടു പോകാൻ തനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ലാക്കിൻ ത്വല്ലഖഹാ ബഅദ ശുഹൂർ, മാസങ്ങൾക്ക് ശേഷം സൈനബ് എന്നവരെ വിവാഹമോചനം നടത്തി. അത് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടല്ല, മറിച്ച് മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പരിപൂർണമായ ഇബാദത്തിലായതുകൊണ്ട് ഭാര്യയോടുള്ള ബാധ്യതകൾ പൂർണ്ണമായ വിധത്തിൽ വീട്ടാൻ കഴിയാതെ വന്നാൽ താൻ റബ്ബിൻ്റെ മുമ്പിൽ പ്രതിയാകും എന്ന കാരണത്താലാണ് ആ വിവാഹം വേണ്ടെന്ന് വെച്ചത്. മഹത്തുക്കളിൽ അങ്ങനെ പലരും ഉണ്ട്. വിവാഹം പോലും കഴിക്കാൻ മറന്നുപോയവരുണ്ട്, വിവാഹം വേണ്ടെന്ന് വെച്ചവരുണ്ട്. അവരൊക്കെയും അള്ളാഹുവിൽ ലയിച്ചപ്പോൾ, ഇൽമുമായി ബന്ധപ്പെട്ടപ്പോൾ, പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർ വളരെ കൂടുതൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ വൈവാഹിക ജീവിതം പോലും മറന്നുപോയി. എന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളോട്, നമ്മൾ പലരും സംഘടനാ പ്രവർത്തകരാണ്, സംഘടനയുടെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. അതോടൊപ്പം നമ്മൾ ഭാര്യയും കുടുംബവും മക്കളും ഒക്കെയുള്ളവരുമാണ്. നമ്മളുടെ ജീവിതം മുഴുവൻ, നമ്മളുടെ സമയം മുഴുവൻ, രാത്രിയും പകലും ഒക്കെ സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തത്തുല്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് നമ്മളുടെ ഭാര്യയെ കാണാൻ, നമ്മളെ മക്കളെ വാത്സല്യത്തോടെ ഒന്ന് കളിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, ഭാര്യയോടൊന്ന് തമാശ പറയാൻ, ഭാര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മറന്നുപോകുന്നത്, വെറും സംഘടനാ പ്രവർത്തനം മാത്രമാകുന്നത്, അതും ഒരപരാധമാണ്. നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ ഭാര്യയുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കണം, അവരോട് അത്തരം കാര്യങ്ങൾ സംസാരിക്കണം. അതൊക്കെയും സംഘടനാ പ്രവർത്തനത്തിലൂടെ, ദീനീ പ്രവർത്തനത്തിലൂടെ നമ്മൾ അത് മറക്കാൻ പാടില്ല എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ കാവൽ അള്ളാഹു നമ്മൾക്കും കുടുംബത്തിനുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.